കുറെ നാളായി നമ്മൾ തമ്മിൽ വഴക്കുകൂടി ആവശ്യമില്ലാതെ വലിയൊരു മൗനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ തന്നെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ ഒരു വാക്കിൻ്റെ അകൽച്ചയിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മനോഹരമായ കുറേ നിമിഷങ്ങൾ ഇനി നമുക്ക് കുറച്ചുനാൾ സ്നേഹിക്കാം. അവൾ തൻ്റെ കൈത്തലങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച് ഏറെ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവനിത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം അവളിൽ സുരക്ഷിതത്വം നൽകി. എബി, അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. എന്തോ ഒരു ചിരിയോടെ അവൻ വിളി കേട്ടു. എബി എന്താ പറയാതിരുന്നത്? എബിക്ക് എപ്പോഴാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത്? എപ്പോഴാണ് എനിക്കിഷ്ടം തോന്നി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷെ പറയാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ്. അവൻ പറഞ്ഞു. താൻ എന്താ പറയാതിരുന്നത്? അവൻ ചോദിച്ചു. സച്ചിൻ എന്നെ ഒറ്റയ്ക്കാക്കി പോയ അവസരത്തിൽ എനിക്ക് ആശ്വാസം തന്ന ഒരാളാണ് എബി. വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും എപ്പോഴും സച്ചിൻ്റെ കാര്യം പറയാറുണ്ടായിരുന്നു. ഒരാളെ നഷ്ടപ്പെട്ട ഉടനെ തന്നെ മറ്റൊരാളോട് ഇഷ്ടം തോന്നിയ ഒരു ചീത്ത പെണ്ണാണെന്ന് എബി പറയുമോ എന്നെനിക്കൊരു പേടി. അതുകൊണ്ടാണ് പറയാതിരുന്നത്. സ്വാഭാവികമായും ഒരു സാധാരണ പെൺകുട്ടിക്ക് വരുന്ന പേടിയും ടെൻഷനും മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എബിക്ക് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു. ഇതേപോലെ ചില ചിന്തകളൊക്കെ എനിക്കുമുണ്ടായിരുന്നു നില. ഞാൻ തന്നോടടുത്തതും തന്നെ സഹായിച്ചപ്പോഴും ഒന്നും എനിക്ക് തന്നോട് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയിട്ടില്ല. ഒരു പ്രത്യേക സൗഹൃദം എനിക്ക് തന്നോട് തോന്നി. ആ സൗഹൃദത്തിൽ നിന്നും ഉയർന്നു വന്ന ഇഷ്ടം. ആ ഒരു ഇഷ്ടത്തിലാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എന്നെ മാത്രമല്ല ഒരുപാട് പേരെ താൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറേയൊക്കെ എന്നോട് തന്നെക്കുറിച്ച് പറഞ്ഞത് ജിജോയാണ്. ബാക്കി പറഞ്ഞതൊക്കെ ഗ്രേഷ്മിയും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. ഇത്രയും ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന തന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്താണെങ്കിലും ദൈവം ഒരാളെ നിയോഗിക്കാതിരിക്കില്ല എന്ന വിശ്വാസം എന്നിലുള്ളതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് കരുതിയാൽ മതി. പിന്നെ ഒരു പെണ്ണ് നമ്മളോട് കൂടുതൽ ഇഷ്ടം കാണിച്ചാൽ അതിൻ്റെ അർത്ഥവും വ്യാകരണവുമൊക്കെ പെട്ടെന്ന് ആമ്പിള്ളേർക്ക് മനസ്സിലാവും. നിനക്ക് എന്നോടുള്ള അടുപ്പം എന്തായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനത് പെട്ടെന്ന് അംഗീകരിച്ച് തരാതിരുന്നത്. ഒന്നാമത്തെ കാര്യം, നീ പറഞ്ഞതുപോലെ എനിക്കുമുണ്ടായിരുന്നു അതിലെ പ്രധാന ടെൻഷൻ. ഞാൻ മുതലെടുത്തുവെന്ന് നിനക്ക് തോന്നുമോ എന്നതായിരുന്നു. ഇതിനു വേണ്ടിയായിരുന്നോ ഹെൽപ്പ് ചെയ്തിരുന്നതെന്ന് നിന്റെ വായിൽ ഒരു വാക്ക് വീണാൽ അവിടെ ഞാൻ തകർന്നു പോവില്ലേ? എങ്കിലും അന്ന് മുംബൈയിൽ വെച്ച് നമ്മൾ ബീച്ചിൽ പോയതോർക്കുന്നുണ്ടോ? അവൻ ചോദിച്ചതും അവൾ വേഗം അത് ഓർമ്മയിൽ നിന്നും അത് തപ്പിയെടുത്തു. ഉണ്ടുണ്ട്, അവൾ ഓർമ്മിച്ചു പറഞ്ഞു. അന്ന് ഞാൻ നിന്നോട് ശരിക്കും എൻ്റെ മനസ്സ് തുറക്കാൻ തീരുമാനിച്ചതാ. അന്ന് എന്തോ കാരണവശാൽ പറയാൻ പറ്റിയില്ല. ചിലപ്പോൾ ഇങ്ങനെ പറയാനായിരിക്കും ദൈവം തീരുമാനിച്ചിരുന്നത്. രണ്ടുപേരുടെയും മനസ്സിൽ വേണ്ടാത്തൊരുപാട് ചിന്തകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം ഈ കാര്യം തുറന്നു പറയാൻ ഇത്രയും താമസിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ കുറച്ച് റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മോൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം തീരുമാനിച്ചാൽ മതി ഒരു ലൈഫ് മുന്നോട്ട് വേണോ എന്ന്. അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അവൻ പറഞ്ഞു. ശേഷം അവൾക്ക് എതിർവശത്തായി കാൽമുട്ടുകൾ രണ്ടും പിണച്ചിരുന്നു. ഒപ്പം തന്നെ കട്ടിലിൽ കിടന്ന ഒരു പില്ലോ എടുത്ത് മടിയിലേക്ക് വെച്ചു. ഒന്നാമത്തെ കാര്യം, എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷൻസ് ഒന്നും മുൻപോട്ട് പോകാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്നും പറഞ്ഞ് ഞാനിവിടെ അച്ചി വീട്ടിലെ കോന്തനായിട്ട് വന്ന് കിടക്കുമെന്നും മോള് പ്രതീക്ഷിക്കരുത്. അതൊക്കെ ആദ്യമേ പറയാം. ഞാൻ ഒരിക്കലും ഇവിടെ നിങ്ങളുടെ ബിസിനസ് ഒന്നും നോക്കി നിൽക്കില്ല. എനിക്ക് വെളിയിൽ പോകണം, സ്വന്തം കാലിൽ നിൽക്കണം. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. നിനക്ക് ഞാൻ എത്രത്തോളം നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് മറുപടിയില്ല. ഓരോ ദിവസവും നമ്മളെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. നീ കണ്ടിട്ടുള്ളത് മുഴുവൻ എൻ്റെ നല്ല വശങ്ങളും ഗുണങ്ങളും മാത്രമാണ്. കുറച്ച് മോശം വശങ്ങൾ എനിക്കുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ചിലപ്പോൾ എന്ത് വിളിച്ച് പറയണമെന്നതിനൊരു ഊഹവുമില്ല. ചിലപ്പോൾ അതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുത്ത് എന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം മാത്രം വളരെ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്താൽ മതി. കല്യാണം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല. ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഓൾറെഡി നിനക്കൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് നെക്സ്റ്റ് തീരുമാനമെടുക്കുമ്പോൾ നല്ലതായിട്ട് ആലോചിക്കണം. ഇനിയും ഒരു തെറ്റ് പറ്റാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ ലൈഫ് കൊണ്ടുവന്ന് എൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണമെന്നോ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അത് ചോദിച്ചതും അവൾ വേഗം എഴുന്നേറ്റിരുന്നു. എബി ഒരുപാട് നെഗറ്റീവുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചു. പോസിറ്റീവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ദേഷ്യം വന്നാലും കൺട്രോൾ ചെയ്തിട്ടുണ്ട് എബി, സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ എനിക്ക് നൽകുന്ന കെയറിങ് അതെനിക്കിഷ്ടമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പിന്നെ എബി ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ സ്നേഹിക്കാനുള്ള ആ മനസ്സ്, മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ്. ഇത്രയും നല്ലൊരാളെ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ട് അയാളെ വേണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ ലൈഫിലെടുക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. എബിക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നുമില്ല. എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മുഴുവൻ പോസിറ്റീവാണ്. പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടത് തന്നെ വലിയൊരു പോസിറ്റീവ്. അതെന്താ എന്നെപ്പോലെ ഒരാൾ? താൻ അത്രയ്ക്ക് മോശമാണെന്നാണോ താൻ പറയുന്നത്? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. മറ്റൊരാളെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് അവൾ പറയാൻ ശ്രമിച്ചു. ഇനി മേലാൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേക്കരുത്. മറ്റൊരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. ഈ ഞാൻ തന്നെ എത്ര പേരെ സ്നേഹിച്ചിട്ടുണ്ട്. എന്താ? മനസ്സിലാവാതെ അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എത്ര പേരെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അവൾ ചോദിച്ചു. കുറേ പേരുണ്ട്, ചിരിയോടെ അവൻ പറഞ്ഞു. എന്നും പറഞ്ഞ് ഞാൻ അതെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നാണോ തോന്നുന്നത്? സ്വാഭാവികമായ കാര്യമാണ്. ഇനിയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചാൽ മതി. നമുക്കിടയിൽ ഇനി അനാവശ്യമായിട്ടുള്ള ഇത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട. എബി പറഞ്ഞു. അത് ഓക്കെ. പക്ഷേ ഇയാൾ എത്ര പേരെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറ. ആദ്യം അത് കേൾക്കട്ടെ. അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ച് മുഖത്തിനരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടാണ് അവളുടെ ചോദ്യം. അടുത്ത നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. അവൾ ശരിക്കും അമ്പരന്നു പോയിരുന്നു. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. എത്ര പേരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇനി ആരെയും സ്നേഹിക്കുകയുമില്ല. ആരെയൊക്കെ സ്നേഹിച്ചാലും ഈ ഒരാളെ കാണാൻ വേണ്ടിയായിരുന്നു എല്ലാം എന്ന് കരുതിയാൽ പോരെ. ഇനി ആരെയും സ്നേഹിക്കാൻ പോകുന്നില്ല. നിലക്കൊച്ചിനെ അല്ലാതെ. ഒറ്റ വലിക്ക് അവളെ തൻ്റെ കരവലയങ്ങളിലാക്കി അവനത് പറഞ്ഞതും അവൾ ശരിക്കും അവൻ്റെ നെഞ്ചിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ കുറുകിയിരുന്നു. ഇനി ഒരു സത്യം പറയട്ടെ. അവളുടെ കൈകൾ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്കൊരു കള്ള നോട്ടം നോക്കി അവൻ ചോദിച്ചു. എന്താ? അവൾ മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു നിന്നെ എൻ്റെ സ്വന്തമാക്കുമെന്ന്. സീരിയസ്ലി? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ നമുക്കൊരു സ്പാർക്ക് അടിക്കുക എന്നൊക്കെ പറയില്ലേ? അതുപോലെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു സ്പാർക്ക് അടിച്ചിരുന്നു. അത് കഴിഞ്ഞല്ലേ ഞാൻ അറിയുന്നത് നീ ബുക്ക്ഡാണെന്ന്. സത്യം പറഞ്ഞാൽ അതോടെ എൻ്റെ ആത്മവിശ്വാസം പോയി. ചുമ്മാ തമാശയ്ക്ക് വീടിൻ്റെ അടുത്തുള്ള പെൺപിള്ളേരോടൊക്കെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ചെറിയ രസം. പക്ഷേ കല്യാണം കഴിക്കണമെന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് തോന്നിയത് ഈ ഒരാളെ കണ്ടപ്പോഴാണ്. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇവളെ ഞാനങ്ങ് കെട്ടിയാൽ എന്താ എന്ന് തോന്നിയത് നീ ഒരാളെ കണ്ടപ്പോഴാണ്. പിന്നെയല്ലേ നീ വലിയ പണക്കാരിയാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇതൊന്നും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കാര്യമല്ല മോനെ എന്ന്. ഞാൻ ഓർത്തത് ഗ്രീഷ്മയുടെ ഫ്രണ്ട്സായിട്ടുള്ള ഏതെങ്കിലും പെൺപിള്ളേരായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ജിജോയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് സെറ്റാക്കണമെന്ന് പോലും ഞാൻ കരുതിയതാണ്. അപ്പോഴല്ലേ നീ വലിയ കോടീശ്വരിയാണെന്നറിയുന്നത്. പിന്നെ ആ മോഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ സ്വയം അങ്ങ് വേണ്ടെന്ന് വെച്ചതാ. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനിടയിൽ നടന്നിരുന്നോ? അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അങ്ങനെയും ചില സംഭവങ്ങളൊക്കെ നടന്നു. ആരും അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. അവനൊരു ചിരിയോടെ പറഞ്ഞു. ഇപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇല്ലെങ്കിൽ ഞാൻ സമാധാനമില്ലാതെ ഇരുന്നേനെ. എബിക്ക് എന്നോടൊരിഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ
വല്ലാത്തൊരാശ്വാസം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചത് എപ്പോഴാണെന്നറിയാമോ? അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു. പിന്നെ ആവശ്യം നമ്മുടേതായി പോയില്ലേ, എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടെടുത്തു. ആ എപ്പോഴായിരുന്നു, പറ കേൾക്കട്ടെ. അവൾക്ക് താല്പര്യമായി. അന്ന് മുംബൈയിൽ വെച്ച് നീ കുളിമുറിയിൽ നിന്നിറങ്ങി ഓടി വന്നില്ലേ, ഒരു ടർക്കി ടവൽ മാത്രം എടുത്ത്. അന്ന് നിന്റെ മാദക സൗന്ദര്യത്തിൽ വീണു പോയതാണ് ഞാൻ. നിന്റെ ക്ലിവേജിൽ ഒരു നേറിയ മറുകില്ലേ, അന്ന് കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നു. ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി. വൃത്തികെട്ടവനെ, ഒരു പെണ്ണിൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഇങ്ങനെയാണോ നോക്കുന്നത്? പിന്നെ ഒരു പെണ്ണിങ്ങനെ ഒടുക്കത്തെ സ്ട്രക്ചറുമായി നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ ഏതൊരു പുരുഷ ഹൃദയവും ഒന്ന് ഇളകിപ്പോകും. വിശ്വാമിത്രൻ വരെ ഇളകിപ്പോയിരിക്കുന്നു. അപ്പോഴാണ് ഈ പാവം കോട്ടയക്കാരൻ എബി. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. വൃത്തികെട്ടവനെ, ഞാൻ പറഞ്ഞു വന്നത്, അന്ന് നിന്നെ അങ്ങനെ അർദ്ധനഗ്നയായി കണ്ടതിന് ശേഷം ഞാൻ ഉറപ്പിച്ചു, ഇനി നിന്നെ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും, വേറെ ആരും കാണുന്നില്ല എന്ന്. അവൻ പറഞ്ഞത് അവളുടെ മുഖത്ത് ചെറിയൊരു നാണം വന്നു. അപ്പോൾ ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുമായിരുന്നു? അവൾ ചോദിച്ചു. നിനക്കൊരു ചാട്ടം ഉണ്ടെന്ന് ഓൾറെഡി എനിക്ക് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേ മനസ്സിലായതായിരുന്നു. ഇനിയിപ്പോൾ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടെന്തിനാ? ഞാൻ എൻ്റെ അടവും നമ്പറുകളും ഒക്കെ പുറത്തിറക്കി നിന്നെക്കൊണ്ടെന്ന് ഇഷ്ടമാണെന്ന് പറയിച്ചേനെ. കാരണം കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന്. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഏറെ ആർദ്രമായി അവനത് പറഞ്ഞത് അവളുടെ മനസ്സും നിറഞ്ഞു പോയിരുന്നു. ഇതുപോലെ ഒരാളെ കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നോട് തമാശകളൊക്കെ പറയുന്ന ഒരാളിനെയാണ്. ശരിക്കും ഇപ്പോൾ ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആയതുപോലെ തോന്നുന്നു. കണ്ടുമുട്ടാൻ താമസിച്ചു പോയല്ലോ എന്നത് മാത്രമാണ് ചെറിയൊരു വിഷമം. ഒരു പഴയ സിനിമാ ഡയലോഗ് നീ കേട്ടിട്ടില്ലേ? ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാ. സമയമാകുമ്പോഴല്ലേ കാണൂ. നമ്മൾ കാണേണ്ട സമയമായി കണ്ടു. പിന്നെ ഇനി നിന്റെ പഴയ ഡയലോഗ്സ് ഒന്നും വേണ്ട. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പുതിയ ലൈഫാണ് നമുക്ക്. ആ വിഷമിപ്പിക്കുന്നതൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും അത് പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കാനൊന്നും വരുന്നില്ല. നീയും വെറുതെ അതൊന്നും ആലോചിച്ചുകൊണ്ടിരുന്ന് സമയം കളയണ്ട, കേട്ടല്ലോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ ഈ പ്രേമവും ഇങ്ങനെ കുറുകിയുള്ള ഇരിപ്പ് മാത്രം പോരാ. ഡാഡി പറഞ്ഞത് കേട്ടില്ലേ, തെളിവുകൾ കണ്ടുപിടിക്കണമെന്ന്. നാളെ മുതൽ അതിനു വേണ്ടി സജീവമായി ഇറങ്ങാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവിടെ പുന്നാരം കാണിക്കാതെ എൻ്റെ നിലക്കൊച്ചിനെയും കല്യാണം കഴിച്ചു സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി നമ്മൾ രണ്ടുപേരും മാത്രമുള്ളൊരു ലൈഫ് എനിക്ക് ജീവിക്കണം. എനിക്കും അതുതന്നെയാണ് വലിയ ആഗ്രഹം. അന്ന് നമ്മൾ മുംബൈയിൽ വെച്ച് എന്ത് സന്തോഷത്തിലായിരുന്നു. ആ സമയങ്ങളിലാണ് ഞാൻ ജീവിച്ചതെന്ന് തോന്നിയിട്ടുണ്ട് മീ. അന്ന് എബി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എവിടെയെങ്കിലും കാശ് കിട്ടുമ്പോൾ നമ്മൾ പുറത്തു പോകും. ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് വാങ്ങിത്തന്നു. എന്നും വൈകുന്നേരം വരുമ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. അതൊക്കെ എന്ത് രസമായിരുന്നു. ആ ലൈഫ് ഞാൻ ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ആ സന്തോഷം എനിക്ക് എത്ര വലിയ വീട്ടിൽ കിടന്നാലും കിട്ടില്ല. പക്ഷേ അത് എബി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് പിന്നെ മനസ്സിലായി. എബി കൂടെയുള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളും എന്നെ അലട്ടിയിട്ടില്ല. ഒരു വേദനകളും എൻ്റെ അരികിലേക്ക് പോലും വരുന്നില്ല. ഞാൻ എബിയിൽ മാത്രമായി ചുരുങ്ങിപ്പോകുന്നത് പോലെ നമുക്കൊരുപാട് സ്നേഹിക്കണം. ഞാൻ ഒരുപാട് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമുക്കൊരു 3 കുട്ടികളെങ്കിലും വേണം. ആഹാ, കാര്യമായിട്ടാണല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. നാളെ ഞാനും എബിയും ഇല്ലാതെ ആയാലും അവർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ കൂടെ വേണം. സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം എന്താകുന്നു, എങ്ങനെയാകും എന്നൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ലല്ലോ എബി. ഞാനും എബിയും ഇല്ലാതെ ആയാലും കുഞ്ഞുങ്ങൾ അനാഥരായി പോകാൻ പാടില്ല. അവർക്കൊരു കൂട്ട് വേണം. അതോർത്ത് നീ പേടിക്കണ്ട. 3, 4, 5 എത്ര വേണമെങ്കിലും ഈ നിലയത്തിൽ നിന്ന് സംപ്രേഷണം ഉണ്ടാകുന്നതാണ്.
ഒരു പ്രത്യേക താളത്തിൽ അവളെ നോക്കി ചുണ്ട് കടിച്ച് അവനത് പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. നിർത്തുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും നബി? അവനെ നോക്കി അവൾ ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് 3 പേരെന്ന്? സഹോദരങ്ങൾക്കൊന്നും ഒരു കുറവുമുണ്ടാവില്ല. ആ കാര്യത്തിൽ ഞാൻ ഒരു പിശുക്കും കാണിക്കില്ല. നീ വിഷമിക്കണ്ട. പിന്നെ സ്നേഹിക്കപ്പെടാൻ ഒരുപാട് നീ ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ ഒന്ന് സ്നേഹിച്ചാലോ? എനിക്ക് സ്നേഹിക്കാൻ നല്ല മൂഡ്. അയ്യടാ, സ്നേഹമൊക്കെ കല്യാണം കഴിഞ്ഞ്. ഓഹോ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അവൻ ചോദിച്ചു. അങ്ങനെയല്ല, എല്ലാവരും അറിഞ്ഞുള്ള കല്യാണം കഴിഞ്ഞിട്ട്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ സ്നേഹിക്കാം. ആണോ? പിന്നെ അതിന് കുഴപ്പമൊന്നുമില്ല. അവനും അതേ കുസൃതിയോടെ തന്നെ പറയുന്നുണ്ട്. സ്നേഹിച്ചാലോ? അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മുഖത്തിനരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു.